അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റുകളൊക്കെ തീരാൻ പോവുകയാണ്. നിയമനം കാത്ത് ഏകദേശം 21,644 പേരാണ്. നോക്കാം, വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ ജൂലൈയിൽ അവസാനിക്കാനിരിക്കെ 2 ലിസ്റ്റുകളിലുമായി നിയമനം കാക്കുന്നത് 21,644 പേരാണ്. 2 റാങ്ക് ലിസ്റ്റുകളിലും 45% പേർക്ക് മാത്രമേ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. 14 ജില്ലകളിലായി നിലവിലുള്ള ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ 23,518 പേരെയാണ് PSC ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 10,672 പേർക്ക് നിയമനം ലഭിച്ചു. 12,846 പേർ നിയമനം കാക്കുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് റാങ്ക് ലിസ്റ്റിൽ എല്ലാ ജില്ലകളിലുമായി 16,227 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 7,429 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. അതിൽ 8,798 പേർ വീണ്ടും നിയമനം കാക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് ജൂലൈ 17-നും ക്ലർക്കിൻ്റെ ലിസ്റ്റ് ജൂലൈ 31-നും റദ്ദാകും. പുതിയ റാങ്ക് ലിസ്റ്റ് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം PSC പ്രസിദ്ധീകരിക്കും. അന്നു മുതലുള്ള ഒഴിവ് പുതിയ ലിസ്റ്റിൽ നിന്നാണ് നികത്തുക. ഇതിനു മുമ്പ് പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾ തയ്യാറായില്ലെങ്കിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നിരാശരാകേണ്ടി വരും. പ്രായപരിധി അവസാനിച്ചതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗത്തിൻ്റെയും അവസാന അവസരമാണ് ഇത്തവണത്തേത്. നമുക്ക് നോക്കാം LDCയുടെ മറ്റു കാര്യങ്ങൾ. LDCയുടെ ക്ലർക്കിൽ, അതായത് ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് നിയമന ശുപാർശ 1000 കടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇത് 1,142, എറണാകുളത്ത് 1,108 പേർക്കും ശുപാർശ ലഭിച്ചു. കഴിഞ്ഞ തവണ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 1000-ലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിലെ കടുത്ത നിയന്ത്രണമാണ് നിയമനം കുറയാൻ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. അനുവദനീയമായതിലധികം ആശ്രിത നിയമനം നടത്തുന്നതും തിരിച്ചടിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിലെ ലിസ്റ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്, 1,142. കുറവ് കാസർഗോഡ് ജില്ലയിൽ 329. പത്തനംതിട്ട ജില്ലയിലെ മുൻ ലിസ്റ്റിനേക്കാൾ 17 പേർക്ക് അധികം നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ 576 പേർക്കാണ് ജില്ലയിൽ ശുപാർശ ലഭിച്ചത്. ഇത്തവണ അത് 593 ആകെ നിയമന ശുപാർശയിൽ 2,229 എണ്ണവും NJD ഒഴിവുകളിലാണ്. അതായത് യഥാർത്ഥ നിയമനം 8,443 മാത്രം. LGS നോക്കുമ്പോൾ 1000 എത്താതെ മുഴുവൻ ജില്ലകളുമാണ്. ക്ലർക്കിനെ അപേക്ഷിച്ച് ഏറെ പരിതാപകരമാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 500 പേർക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ തിരുവനന്തപുരം ജില്ലയിലാണ് ലഭിച്ചത്, 913. കുറവ് വയനാട് ജില്ല, 257 പേർക്ക്. ഒരു ജില്ലയിൽ പോലും ഇത്തവണ നിയമന ശുപാർശ ഇതുവരെ 1000 കടന്നിട്ടില്ല. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ മുൻ ലിസ്റ്റിനേക്കാൾ നിയമന ശുപാർശ ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളെല്ലാം വളരെ പരിതാപകരമാണ് നിയമനം. 14 ജില്ലകളിലായി നടന്ന 7,429 നിയമന ശുപാർശയിൽ 985 എണ്ണവും NJD ഒഴിവിലാണ്. അപ്പോൾ യഥാർത്ഥ നിയമനം 6,444 മാത്രം. പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനൊപ്പം പല വകുപ്പുകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ഇല്ലാതാക്കിയതും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ബിരുദധാരികൾക്ക് ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ അവസരം നൽകിയപ്പോൾ NJD ഒഴിവ് ധാരാളമായി വന്നത് നിയമന ശുപാർശ വർദ്ധിക്കാനിടയാക്കിയിരുന്നു. ബിരുദധാരികളെ ഒഴിവാക്കിയതോടെ NJD ഒഴിവുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LDCയിലെ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ക്ലർക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ജൂലൈ 31 അവസാനിക്കുന്നതിനാൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ഇതിനകം ഉണ്ടാകുന്ന എല്ലാ ഒഴിവുകളും മുൻകൂട്ടി PSC അറിയിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട്. വിരമിക്കല്, പ്രമോഷന്, ഡെപ്യൂട്ടേഷന്, ദീർഘകാലാവധി തുടങ്ങിയ കാരണത്താൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ ഉണ്ടാകുന്നതും PSC മുഖേന നികത്തേണ്ടതുമായ എല്ലാ ഒഴിവും മുൻകൂട്ടി കണക്കാക്കി PSCയുടെ ഈ വേക്കൻസി സോഫ്റ്റ്വെയർ മുഖേന റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശമുള്ളത്. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ വിവരം ജൂലൈ 31-നകം വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയുമാണ്. ഒഴിവൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ആ വിവരവും അറിയിക്കണം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും മുമ്പ് എല്ലാ വകുപ്പ് മേധാവികളിൽ നിന്നും ഈ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ ഉറപ്പുവരുത്തണം. സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണവകുപ്പ് സെക്രട്ടറിമാർ അവരുടെ കീഴിലെ വകുപ്പുകളിലുള്ള ഒഴിവ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടതും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുമാണെന്നാണ് സർക്കുലറിൽ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അപ്പോൾ ഇത്രയും
ഒഴിവുകൾ കുറവാണെന്നാണ് പറയുന്നത്. ഇതുവരെ നിയമന ശുപാർശ വന്നിട്ടുള്ളത് 45% മാത്രമാണെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ നിയമനങ്ങൾ കുറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് പല ഭാഗത്തു നിന്നും ഒഴിവുകൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ നമ്മുടെ കൂടെ കൂടുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്